ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. നിനവേയിൽ ചെന്ന് യോനാ പ്രവാചകൻ തിരുവചനം സംസാരിച്ചു. യോനാ പ്രവാചകൻ സംസാരിച്ചത് 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകുമെന്നാണ്, നിനവേ നിശേഷം നശിക്കുമെന്നാണ്. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. ഫെയ്ത്ത്, അവരുടെ വിശ്വാസം, അവരുടെ ഫെയ്ത്ത്, അവരുടെ കോൺഫിഡൻസ്. എന്തിലാണ് കോൺഫിഡൻസ്? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ. എന്തിനാണ് വിശ്വാസം? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വാസം. ദൈവം നിങ്ങൾ ഉന്മൂലമാകുമെന്ന് പറഞ്ഞത് അവർ ഉന്മൂലമാകാനല്ല, ഉന്മൂലമാകാതിരിക്കാനാണ്. അത് അവർ വിശ്വസിച്ചു. യോനാ പ്രവാചകൻ പ്രസംഗിച്ചില്ല. യോനാ പ്രവാചകന് നാവിൽ കൊടുത്ത വചനം മാത്രമേ യോനാ പറഞ്ഞുള്ളൂ. യോനായുടെ നാവിൽ കൊടുത്തത് 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകുമെന്നാണ്. പക്ഷേ നിനവേക്കാർ ദൈവത്തെ അറിഞ്ഞു, നിനവേക്കാർ ദൈവത്തെ വിശ്വസിച്ചു, നിനവേക്കാർ ദൈവത്തിൻ്റെ സ്വഭാവം അറിഞ്ഞു. എന്ത് ഭാഗ്യകരമായ കാര്യമാണത്! നിനവേയിലെ ജനത്തിന് ദൈവം സ്നേഹമാണെന്ന് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് ചിന്തിക്കുന്നൊരു കാര്യമാണത്. ദൈവത്തിനെന്നെ സ്നേഹമാണ് എന്ന് നിങ്ങൾക്കൊരു ബോധ്യം കിട്ടിയാൽ നിങ്ങൾക്ക് ഇനി എഴുന്നേൽക്കാം. ദൈവത്തിന് എന്നെ സ്നേഹമാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നു. വാക്കാൽ പറഞ്ഞാൽ പോരാ, ഉള്ളത്തിൽ തോന്നണം, എന്നെ ദൈവത്തിന് സ്നേഹമാണ് എന്ന ചിന്ത. അതൊരു വലിയ വിശ്വാസമാണ്, വലിയൊരു സ്വത്താണത്. ആ വിശ്വാസം, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവത്തിന് എന്നോട് പ്രിയമാണ്, ദൈവത്തിന് എന്നോട് സ്നേഹമാണ്, ദൈവം എന്നെ കരുതുന്നു, എൻ്റെ ആത്യന്തിക നന്മ ദൈവം ആഗ്രഹിക്കുന്നു, ദൈവത്തിന് എന്നെ ഏറ്റവും ഇഷ്ടമാണ്. ഇത് നിങ്ങൾ അറിയണം പ്രിയപ്പെട്ടവരെ. ഇതൊരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. നിങ്ങൾ എത്ര നിഷ്ഠൂരമായ ജീവിതം നയിക്കുമ്പോഴും, എത്രമാത്രം പാപത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോഴും, എത്രമാത്രം മ്ലേച്ഛതയിൽ നിങ്ങൾ മുഴുകുമ്പോഴും ദൈവത്തിന് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. ദൈവം നിങ്ങളിലുള്ള പാപത്തെ വെറുക്കുന്നുണ്ട്, നിങ്ങളിലുള്ളതായ മ്ലേച്ഛതകളെ ദൈവം വെറുക്കുന്നുണ്ട്, നിങ്ങളിലുള്ളതായ ദുഷ്ടതയെയും നിങ്ങളുടെ മദ്യപാനശീലത്തെയും നിങ്ങളുടെ മയക്കുമരുന്നിനെയും നിങ്ങളുടെ കഞ്ചാവ് ഉപയോഗിക്കുന്ന ശീലത്തെയും എല്ലാം ദൈവം വെറുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കോപത്തെയും നിങ്ങളുടെ ദുഷ്ടതയെയും ക്രൂരതയെയും ദൈവം വെറുക്കുകയാണ്. നിങ്ങളുടെ മ്ലേച്ഛതയെയും നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ മാലിന്യങ്ങളെ ദൈവം വെറുക്കുകയാണ്. പക്ഷേ ദൈവത്തെ നിങ്ങളെ സ്നേഹമാണ്. നിങ്ങളെ പിടിച്ചു കെട്ടി മുറുക്കി വരിഞ്ഞിട്ടിരിക്കുന്ന പൈശാചികൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിങ്ങൾ വിടുവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം തൻ്റെ വചനം നിങ്ങൾക്ക് തരികയാണ്. ദുഷ്ടനായ പിശാചിൻ്റെ ദംഷ്ട്രകൾക്കിടയിൽ കിടന്ന് നിങ്ങൾ പിടയുകയാണ്. ചീങ്കണ്ണി കടിച്ച ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുമോ? ചീങ്കണ്ണിയുടെ വായിലായി കഴിഞ്ഞു. അതിൻ്റെ കൂർത്തുമൂർത്ത പല്ലുകൾ 2 ഭാഗത്തു നിന്നും വന്ന് അങ്ങനെ കത്രികപ്പൂട്ട് പോലെ ഈ മനുഷ്യൻ്റെ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ മേൽ ചീങ്കണ്ണിയുടെ പല്ലുകൾ വന്ന് ആഞ്ഞ് തറഞ്ഞിരിക്കുകയാണ്. രക്ഷപ്പെടുകയില്ല. ഓരോ നിമിഷം കഴിയും തോറും അകത്തേക്ക് പോവുകയല്ലാതെ പുറത്തേക്ക് വരികയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം പേര് അങ്ങനെയാണ്. ഇന്ന് അനേകം പേര് സാത്താൻ്റെ പിടിയിലാണ്, പൈശാചികൻ്റെ പിടിയിലാണ്. സാത്താൻ പല പല പാവങ്ങൾ അനേകരെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ദൈവം സ്നേഹിക്കുന്നു. ഞാനൊരിക്കൽ വായിച്ചത് ഇങ്ങനെയാണ്. അങ്ങ് ബാംഗ്ലൂരിനും ഹൈദരാബാദിനിടയ്ക്ക് 500 ഏക്കർ സ്ഥലമുള്ള ഒരു നാഷണൽ പാർക്കുണ്ട്. ആ നാഷണൽ പാർക്കിൽ കടന്ന് അവിടെയുള്ള വന്യമൃഗങ്ങൾ സഞ്ചരിക്കുന്നതും ആ വന്യമൃഗങ്ങൾ ഓടി നടക്കുന്നതും അതെല്ലാം കാണുന്നത് ടൂറിസ്റ്റുകൾക്ക് കൗതുകമാണ്. ഒരിക്കൽ ഒരു പറ്റം ടൂറിസ്റ്റുകൾ അവിടെ ചെന്നു. അപ്പോൾ അവിടെ സർക്കാർ ഒരു വാഹനം ആരോ അത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഈ വനത്തിലൂടെ സഞ്ചരിക്കാൻ പോയി കഴിഞ്ഞു. പ്രത്യേക കവചിത വാഹനമാണ്. ആ വാഹനത്തിന് ചുറ്റും ഇരുമ്പ് കമ്പികൾ അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മൃഗത്തിനും അടുക്കൽ വന്ന് ഈ ആളുകളെ വണ്ടിയിലിരിക്കുന്നവരെ ഉപദ്രവിക്കാൻ സാധ്യമല്ല. എന്നാൽ ഇപ്പോൾ വന്നവർ ഈ വാഹനം പോയതുകൊണ്ട് ഇനി വൈകുന്നേരമേ വാഹനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ വാഹനം കവചിത വാഹനമാണ്, കേടുവരാതെ കൊണ്ടുപോകാൻ പറ്റും, ഒരു മൃഗത്തിനും അടുക്കാൻ ഒക്കുകയില്ല, ഒരു മൃഗത്തിനെ ഉപദ്രവിക്കാൻ ഒക്കുകയില്ല, യാതൊരു നാശവും നഷ്ടവും വരികയില്ല, ഞങ്ങളിത് അനുവദിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ വാഹനത്തിൽ ടൂറിസ്റ്റുകൾ, ഒരു വണ്ടി നിറയെ ആളുകൾ ഈ വനത്തിനുള്ളിലേക്ക് കടന്നു.
വനത്തിലൂടെ വണ്ടി ഓടിച്ചിങ്ങനെ പോവുകയാണ്. പോകുവാനുള്ള ചാലുകളുണ്ട്. ആ ചാലുകളിലൂടെ വണ്ടി ഇങ്ങനെ പോവുകയാണ്. കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ, വനത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ കടുവക്കൂട്ടം മേഞ്ഞു നടക്കുന്നു, കൂത്താടി നടക്കുന്നു. കടുവകൾ ചില മൃഗങ്ങളുടെ പിറകെ പായുന്നതെല്ലാം കണ്ട് ഈ വണ്ടിയിലിരിക്കുന്നവരെല്ലാം അത് ആഹ്ലാദത്തോടെ കണ്ടുകൊണ്ടിരുന്നു. കാരണം വണ്ടിയിലിരിക്കുന്നതിന് പേടിക്കാനില്ല, ചുറ്റും നല്ല കരുത്തുള്ള ഗ്ലാസ്സാണ്, പേടിക്കാനില്ല. പ്രിയപ്പെട്ടവരെ, എന്താ ഉണ്ടായെന്നറിയാമോ? ഒരു കടുവ മണത്ത് ഈ വണ്ടിയുടെ ചുറ്റും നടന്നു. മനുഷ്യൻ്റെ മണം കിട്ടിയിട്ടായിരിക്കണം, ചുറ്റും നടന്നു. അപ്പോൾ ഒരു കൊച്ചുകുട്ടി, 7-8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി മുത്തച്ഛൻ്റെ മടിയിലിരിക്കുകയാണ്, ഗ്രാൻഡ് ഫാദറിൻ്റെ മടിയിലിരിക്കുകയാണ്. ആ കുട്ടി ഈ കടുവ അടുത്ത് വന്നപ്പോഴേക്കും ആർത്ത് ചിരിച്ച് അങ്ങനെ വളരെ സന്തോഷത്തോടെ ഘോഷത്തോടെ അങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടനെ പെട്ടെന്നാണ് സംഭവിച്ചത്. കടുവ ആഞ്ഞ് ഒരൊറ്റ അടി, ചാടി ഒരടി അടിച്ചു. ഗ്ലാസ് പൊട്ടിച്ചിതറി. സെക്കൻഡുകൾക്കുള്ളിൽ ഈ മുത്തച്ഛൻ്റെ മടിയിലിരുന്ന ആൺകുട്ടി ആ കടുവയുടെ വായിലായി. കടുവ ആ കുട്ടിയെയും തൂക്കിയെടുത്തുകൊണ്ട് ആ കുട്ടിയുടെ ഏതാണ്ട് വയറും നെഞ്ചുപ്പെട്ട ഭാഗത്ത് കടിച്ചു തൂക്കിക്കൊണ്ട് ആ കുട്ടിയെയും കൊണ്ട് കാട്ടിലേക്ക് നടന്നു. എല്ലാവരും അമ്പരപ്പിലായി, കൂട്ടക്കരച്ചിലായി. ആഘോഷത്തോടെ ചിരിച്ചുകൊണ്ടിരുന്ന ബസ്സിനകത്തുണ്ടല്ലവരെല്ലാവരും ഇപ്പോൾ കൂട്ടക്കരച്ചിലായി. ഈ കുട്ടിക്ക് സംസാരിക്കാം. കുട്ടി ഉറക്കെ വിളിക്കുകയാണ്, ദീദി ദീദി എന്ന് മുത്തച്ഛൻ വിളിക്കുകയാണ്. ദീദി ദീദി എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് പാവം ആ കുട്ടി ഇങ്ങനെ കിടന്ന് പിടയുകയാണ്. കടുവയുണ്ടോ വിടുന്നു, അതിൻ്റെ വായിൽ കിട്ടിയതല്ലേ. പ്രിയപ്പെട്ടവരെ, അങ്ങ് കാടിൻ്റെ അപ്പുറത്തേക്ക് പോയി ആ കുട്ടിയെയും കൊണ്ട് കടുവ മറയുന്നതുവരെയും അവരോട് നോക്കി നിന്നു, അമ്പരപ്പോടെ നിന്നു. പ്രിയപ്പെട്ടവരെ, വനപാലകർ വന്ന് അവസാനം ആ കുട്ടിയുടെ അസ്ഥിപഞ്ജരവും തലയൊട്ടിയും മാത്രം കണ്ടെടുത്തു. എന്താണ് സംഭവിച്ചത്? കടുവയുടെ വായിൽ അകപ്പെട്ടു. കടുവയുടെ വായിൽ അനേകരിന്ന് കടുവയുടെ വായിൽപ്പെട്ടിരിക്കുകയാണ്. അനേകരിന്ന് ദുഷ്ടപ്പിശാചിൻ്റെ വായിൽപ്പെട്ടിരിക്കുകയാണ്. കൊള്ളരുതാത്ത ബന്ധങ്ങൾ, അഴുക്ക് ശീലങ്ങൾ, വഴക്കുകൾ, പിണക്കങ്ങൾ, വൈരാഗ്യങ്ങൾ, പകകൾ, വിദ്വേഷങ്ങൾ, മത്സരങ്ങൾ, വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ, കക്ഷി വഴക്കുകൾ, ഇതെല്ലാം ഇങ്ങനെ മൂർധന്യത്തിലായി മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കടുവയുടെ വായിൽപ്പെട്ടിരിക്കുകയാണ്. ഏതാണ് ഈ ഭീകരനായ കടുവ? ഗോർസർപ്പത്തെയും ഹെർമോനോസർപ്പത്തെയും ചവിട്ടുമെന്ന് വേദപുസ്തകത്തിൽ പറയുന്നതായ ഈ ഭീകരമൃഗം ഏതാണ്? അത് ദുഷ്ടപ്പിശാചാണ്. ദുഷ്ടപ്പിശാച്, ഭീകരനായ ദുഷ്ടപ്പിശാച് അവൻ്റെ വായിൽ അനേകർ വിട്ടിരിക്കുകയാണ്. ഈ മനുഷ്യനെ വിടുവിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്, ദൈവത്തിന് സ്നേഹമുണ്ട്. കടുവ പിടിച്ചു കൊണ്ടുപോയവനെ വിടുവിക്കാൻ സാധ്യമല്ല, ചീങ്കണ്ണി കടിച്ചവനെ വിടുവിക്കാൻ സാധ്യമല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏത് ഘോരനായ ദുഷ്ടപ്പിശാചിനെയും തോൽപ്പിച്ച് വീഴിച്ച് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിച്ച് പാവപ്പെട്ട മനുഷ്യനെ വിടുവിക്കാൻ അധികാരമുള്ള ഒരുവനുണ്ട്. അവനത്രേ കർത്താവായ യേശുക്രിസ്തു. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എത്ര പേര് പിശാചിൻ്റെ കെണിയിൽപ്പെട്ടവരുണ്ട്? ഈ വാക്കുകളെ കേൾക്കുന്ന എത്ര പേര് പാപത്തിൻ്റെ ഉരുക്കുമുഷ്ടിയിൽപ്പെട്ട് വലയുന്നവരുണ്ട്? വേണ്ട വേണ്ട എന്ന് വിചാരിച്ചെങ്കിലും പിന്നെയും പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ സാത്താൻ വലിച്ചു കൊണ്ടുപോകുന്ന ഭീകരമായ യാതനയേറ്റ് പിടയുന്നവരാരെല്ലാം ഉണ്ട്. സഹോദരങ്ങളെ, വേണ്ട എന്നാണ് നിങ്ങൾ വിചാരിച്ചത്, ഇനി ഇല്ല എന്നാണ് തീരുമാനിച്ചത്. വീണ്ടും വീണ്ടും തീരുമാനങ്ങൾ പുതുക്കി. പക്ഷേ നിങ്ങൾ പിന്നെയും വീണു, പിന്നെയും കോപിച്ചു, പിന്നെയും വഴക്കടിച്ചു, പിന്നെയും ശണ്ഠയായി, പിന്നെയും ഭാര്യയും ഭർത്താവും തമ്മിൽ മുറുമുറുപ്പായി, പിന്നെയും വാഗ്വാദമായി, പിന്നെയും തർക്ക വിതർക്കങ്ങളായി. പ്രിയപ്പെട്ടവരെ, പിന്നെയും കുടുംബത്തിൽ വഴക്കായി. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കാതെ, അവരോട് കാരുണ്യമില്ലാതെ, വാത്സല്യമില്ലാതെ പെരുമാറുന്നു. മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല, അനുസരിക്കുന്നില്ല, കീഴ്പ്പെടുന്നില്ല. മക്കൾ ഇന്ന് ധിക്കാരമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഭാര്യയും ഭർത്താവും ഭിന്നിച്ച് കഴിയുന്നു. എന്താണ് കാരണം? പാപത്തിൻ്റെ ഭീകരമായ ഉരുക്കുമുഷ്ടിയിൽപ്പെട്ട് മനുഷ്യൻ പിടയുകയാണ്. സാത്താൻ അനേകരെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്നേഹിത, നീ വിശ്വസിക്കൂ, നിന്നെ വിടുവിക്കാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. കാരണം ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നീ ഒന്ന് വിളിച്ചാൽ മതി, എൻ്റെ കർത്താവേ എന്നെ രക്ഷിക്കണമേ. ദീദി ദീദി എന്ന പാവം കുട്ടി വിളിച്ചു. അവൻ്റെ മുത്തച്ഛനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ചീങ്കണ്ണിയുടെ പിടിയിൽപ്പെട്ടു പോയ പാവപ്പെട്ട മനുഷ്യനെ വിളിച്ചു, വിടുവിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട്, കർത്താവേ, ഇന്ന ദുഷ്ടപ്പിശാച് എന്നെ വലച്ചിരിക്കുന്നല്ലോ, ഇന്ന പാപത്തിൽ ഞാൻ വീണിരിക്കുന്നല്ലോ, ഈ പാപത്തിൽ നിന്ന് എന്നെ കരയേറ്റാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എൻ്റെ കോപത്തിൽ നിന്ന്, എൻ്റെ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന്, എൻ്റെ സ്വാർത്ഥതയിൽ നിന്ന്, എൻ്റെ സ്ഥാനമോഹത്തിൽ നിന്ന്, എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ വൈരാഗ്യത്തിൽ നിന്ന്, എൻ്റെ പകയിൽ നിന്ന്, എൻ്റെ വിദ്വേഷത്തിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ യേശുവേ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചവനാണ്. യേശുവേ, നിന്റെ തിരുരക്തത്താൽ എന്നെ നീ വിടുവിക്കണമേ.
നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, കാണാം നിങ്ങൾക്ക് ജയം കിട്ടുന്നത്. ക്രിസ്തീയ ജീവിതം ജയത്തിൻ്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം സമാധാനത്തിൻ്റെ ജീവിതമാണ്. നിങ്ങളിനിയും തോൽവി അടഞ്ഞിരിക്കേണ്ട, നിങ്ങളിനിയും പാപത്തിൽ തോറ്റുപോകണ്ട. നിങ്ങൾക്ക് ജയിക്കാമെന്നാണ് പറയുന്നത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നതാണ് കർത്താവ് പറഞ്ഞത്. അധികാരം തരികയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവിനോട് പറയണം, അതാ നീ എന്നെ സ്നേഹിക്കുന്നു, എന്നെ ഈ ഭീകരൻ്റെ വലയിൽ നിന്ന് വിടുവിക്കുവാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിൻ്റെ കരം എൻ്റെ മേൽ നീട്ടണമേ, എന്നെ നീ ഒന്ന് വിടുവിക്കണമേ, എന്നെ ഈ നാശകരമായ കുഴിയിൽ നിന്ന്, ഈ കുഴൻ ചേറ്റിൽ നിന്ന് കയറ്റണമേ കർത്താവേ, എന്നെ നീ ഉദ്ധരിക്കണമേ. അപകടത്തിലേക്ക് ഞാൻ താണു പോകുന്നു കർത്താവേ, ഗലീലാക്കടലിൻ്റെ ഓളങ്ങളിൽ ഞാൻ താണുകൊണ്ടേയിരിക്കുന്നു, എന്നെ രക്ഷിക്കണമേ കർത്താവേ, രക്ഷിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. കാണാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണയൂറുന്ന കരം നിങ്ങളെ വന്ന് പിടിക്കുന്നത്, നിങ്ങളെ ഉദ്ധരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങൾക്ക് സാധിക്കും. ഇതുവരെ തോറ്റ പാപങ്ങൾ ഇനി തോൽവി അടഞ്ഞവനായി മാറും. ദൈവത്തിന് സ്തോത്രം. ഇതുവരെ നിങ്ങൾ തോറ്റതായ പാപങ്ങൾ തോൽവി അടഞ്ഞ് നിങ്ങൾ ജയാളികളായി മാറും. എങ്ങനെ സാധിക്കും? അത് യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ സാധിക്കും. യേശുക്രിസ്തു ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ കാണുന്ന ദൈവമാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ആവശ്യക്കാരെ സഹായിപ്പാൻ യേശു എപ്പോഴും തയ്യാറാണ്. യേശു സ്നേഹമാണ്. അവർ ദൈവത്തെ വിശ്വസിച്ചു. അവർ ദൈവത്തിൻ്റെ സ്നേഹത്തെ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ സർവ്വശക്തിയെ വിശ്വസിച്ചു. സ്നേഹമുണ്ട്, സർവശക്തനാണ്. നിങ്ങൾ വിശ്വസിക്കൂ. നാലാമത്തെ കാര്യം അവരുടെ ഫെയ്ത്ത്, അവരുടെ വിശ്വാസം. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം ചെയ്തു, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. അവരെ ഒരു ഉപവാസം പരസ്യം ചെയ്തു, പ്രഖ്യാപിച്ചു. ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നതല്ല. അവർ റിമോഴ്സ്ഫുൾ പ്രെയർ, പശ്ചാത്താപത്തോടുകൂടിയ അനുതാപത്തോടുകൂടിയ പ്രാർത്ഥന, റിമോഴ്സ്ഫുൾ പ്രെയർ. അവർ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. ഉപവാസം എടുത്ത് കരഞ്ഞു, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. വായിക്കാം 5-ാം വാക്യം മുതൽ. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. വർത്തമാനം നിനവേ രാജാവിൻ്റെ അടുക്കലെത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു. അവൻ നിനവയിലെങ്ങും ഘോഷിപ്പിച്ച് പരസ്യമാക്കിയതെന്തെന്നാൽ, രാജാവിൻ്റെയും അവൻ്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയുകയും വെള്ളം കുടിക്കുകയും വരുത്. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ്റെ ദുർമാർഗവും താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികുകയും വേണം. രാജാവും പ്രജകളും അനുതപിച്ചു. റിപ്പൻറ്റൻസ്. 5-ാമത്തെ കാര്യം അതാണ്. രാജാവും പ്രജകളും ഒരുപോലെ അനുതപിച്ചു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നു. ദൈവസന്നിധിയിൽ അനുതപിച്ചു. വന്നുപോയ പാപങ്ങളെ ഓർത്ത് അനുതപിച്ചു. നിനവേയിലെ ജനം മുഴുവൻ അനുതപിച്ചു. രാജാവ് അനുതപിച്ചു. മൃഗങ്ങൾ പോലും ഒരു വെള്ളം പോലും കുടിക്കരുത് എന്നുള്ളതായിരുന്നു കൽപ്പന. ദേശം മുഴുവനും ഉപവാസം പ്രസിദ്ധം ചെയ്തു. പ്രിയപ്പെട്ടവരെ, യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, നിങ്ങളൊരു ഉപവാസം പ്രസിദ്ധമാക്കുവീനെന്ന്. എന്താണ് കാരണം? നാശം വരുന്നു, സംഹാരകനെതിരെ കയറി വരുന്നു. നിങ്ങൾ ഉപവാസം പ്രസിദ്ധമാക്കുവീൻ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഇപ്പോഴെങ്കിലും, ലേറ്റായിപ്പോയി, വൈകിപ്പോയി, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും വിലാപത്തോടും കരച്ചിലോടും കൂടെ എങ്കിലേക്ക് തിരുവീനെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവീൻ. വസ്ത്രങ്ങളെയല്ല കീറേണ്ടത്, നിങ്ങൾ ഹൃദയങ്ങളെ തന്നെ കീറുവീൻ. ഹൃദയം മുറിഞ്ഞ് തകർന്ന് കരയുവീൻ, ഉള്ളു തകർന്ന് മുറിഞ്ഞ് കരയുവീൻ. കർത്താവെ രക്ഷിക്കണം. റിപ്പൻറ്റൻസ്, യഥാർത്ഥമായ പശ്ചാത്താപം. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ തകർന്ന ഹൃദയം ലഭിച്ചാൽ, നിങ്ങൾക്ക് അനുതാപം ലഭിച്ചാൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. തകർന്ന ഹൃദയത്തോടെ അനുദപിക്കാൻ കഴിയുക, കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളോർത്ത് തകരാൻ കഴിയുക, എൻ്റെ മനോഭാവം എന്തായെന്ന് തിരിച്ചറിഞ്ഞ് തകരാൻ കഴിയുക, എൻ്റെ മനസ്സിൽ മറഞ്ഞിരിക്കുന്നതായ പാപങ്ങൾ, ഒളിഞ്ഞിരിക്കുന്നതായ പാപങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കുക, അത് ഞാൻ തന്നെ ദൈവത്തിൽ ഇരിക്കുക,
മനുഷ്യൻ അവനവൻ തന്നെ കണ്ടുപിടിക്കണം. മറ്റാരുടെയും പാപമല്ല ഞാൻ കാണേണ്ടത്, ഞാൻ എൻ്റെ പാപമാണ് കാണേണ്ടത്. എൻ്റെ പാപം ഞാൻ കാണണം. മറ്റാരുടെയും പാപം കാണാൻ എനിക്ക് അവകാശമില്ല. ആരെയും വിധിക്കാൻ എനിക്ക് അവകാശമില്ല. ഞാൻ എന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്നെ തന്നെ ഞാൻ വിധിക്കുന്നു. എൻ്റെ തെറ്റുകൾ ഞാൻ കാണുന്നു. ഞാനിരുന്ന് അനുദപിക്കണം. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും താൻ്റെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കണം. പിതാക്കന്മാർ പണ്ട് പാടുകയുണ്ടായി, പ്രാർത്ഥിക്കുകയുണ്ടായി. നാം സാധാരണ ചൊല്ലാറുള്ളൊരു ഗീതമാണല്ലോ, നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. നോക്കണമെന്തുരിതോ നാഥാ, പലതര ദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു, ശരണമെനിക്കില്ല. വൈദ്യന്മാർ വക്കൽ ഞാൻ പോയി, അവരൗഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും. എൻ വ്രണമോ കഠിനം, നൽവൈദ്യ നിന്നെ നീൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു. നിങ്ങൾ വരുന്നോൻ സുഖമേൽക്കും നൂനം. പ്രിയപ്പെട്ടവരെ, പാപിയായ മനുഷ്യരും തകർന്ന് കരയുകയാണ്. കർത്താവേ, എൻ്റെ ദുരിതം നീ ഒന്ന് നോക്കണമേ. കുഷ്ഠരോഗം ബാധിച്ചതുപോലെ വ്രണം ബാധിച്ചിരിക്കുന്നു. അത് പാപമാണ് കർത്താവേ. വൈദ്യന്മാരെ പലരെയും കണ്ടു നോക്കി. എൻ്റെ പാപം മാറാൻ ഞാൻ പല വഴികൾ തേടി നോക്കി. പക്ഷേ എനിക്ക് സമാധാനം കിട്ടിയില്ല. എൻ്റെ കർത്താവേ, നല്ല വൈദ്യനായ യേശുവേ, നിൻ്റെ പാദപീഠത്തിലേക്ക് ഞാനിതാ വരികയാണ്. എൻ്റെ പാപം നീ പോക്കണമേ. എൻ പാപത്തിൽ ഞാൻ ചാകാൻ ഇടയാകരുതയ്യോ നാഥ. എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടുന്നിപ്പോൾ. അജമോ മാടോ ആലിയോ കുറുപ്രാവിൻ കുഞ്ഞുങ്ങളെയോ കാഴ്ചയതായി അർപ്പിക്കുന്നില്ല. ശമോന്തൻ ഭവനേ വന്ന പാവി സ്ത്രീ പോലിരുതുള്ളി കണ്ണീർ കണ്ടൻ മേൽദയ തോന്നണമേ. കാളക്കിടാവിനർപ്പിക്കാൻ എൻ്റെ കയ്യിലില്ല കർത്താവേ. എൻ്റെ പാവം ക്ഷമിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിത്യ അന്ധകാരത്തിലേക്ക് പോകുമല്ലോ. എൻ്റെ പാവം മോഹിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിത്യ നരകത്തിയിലേക്ക് പോകുമല്ലോ. എൻ്റെ കർത്താവേ, നിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരാൻ നല്ലതൊന്നും എൻ്റെ കയ്യിലില്ല. ഒരാട്ടിൻകുട്ടിയെ കൊണ്ടുവരാനില്ല, ഒരു കാളക്കിടാവിനെ കൊണ്ടുവരാനില്ല, ഒരു ചെങ്ങാലിയെ കൊണ്ടുവരാനില്ല, ഒരു കുറുപ്രാവിനെ കൊണ്ടുവരാനില്ല. എൻ്റെ കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ കർത്താവേ, എനിക്ക് തിരുമുമ്പാകെ കൊണ്ടുവരാനുള്ളത് ആ ശീമോൻ്റെ ഭവനത്തിൽ വന്ന് പാപിനിയായ സ്ത്രീയെപ്പോലെ 2 തുള്ളി കണ്ണീർ മാത്രം. തകർന്ന ഹൃദയത്തോടെ ഞാനിതാ വരുന്നു, അനുതാപത്തോടെ ഞാനിതാ വരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, ഇന്ന് നിങ്ങൾ വാക്കുകളെ കേൾക്കുമ്പോൾ അനുതാപത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികത്തുനിന്ന് വാദിക്കുകയാണ്. മകളെ, നീ ഇനിയും അനുഭവിക്കാതെ ഹൃദയം കല്ലിച്ചിരിക്കുകയാണോ? മകനെ, നിൻ്റെ മനസ്സിങ്ങനെ തഴമ്പിച്ചിരിക്കുകയാണോ? അല്പം പോലും നിൻ്റെ ഹൃദയം തകരാതിരിക്കുകയാണോ? നിൻ്റെ പാപത്തെ നീ ഓർത്താൽ, വരാൻ പോകുന്ന കെടുതികളെ നീ ഓർത്താൽ, കുഞ്ഞേ, ദൈവത്തിൻ്റെ വചനം നീ വിശ്വസിച്ചാൽ തീർച്ചയായും നിൻ്റെ ഉള്ളം തകരും. ഭീകരമായ നരകമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് നീ നീങ്ങുകയാണ്. അതിവേഗം മനം തിരിഞ്ഞ് നീ വരൂ. അതിവേഗം നീ മനം തിരിഞ്ഞാൽ നിന്നെ സ്വീകരിപ്പാൻ സ്വർഗം സന്നദ്ധമാണ്. നിന്നെ സ്വീകരിച്ച് നിന്നെ കൈക്കൊണ്ട് നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം തയ്യാറാണ്. മകനെ, മടങ്ങി വരൂ. മകളെ, അതിവേഗം മടങ്ങി വരൂ. നിന്നെ ഞാൻ സ്വീകരിക്കാമെന്നാണ് കരുണയുള്ള കർത്താവ് പറയുന്നത്. റിപ്പൻറ്റൻസ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അടുത്ത വാക്യങ്ങളോട് വായിക്കാം. 10-ാം വാക്യം മുതൽ വായിക്കാം. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയതുമില്ല. അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രവൃത്തികളാൽ അവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞുവെന്ന് തെളിയിച്ചു. അവരുടെ ജീവിതം കൊണ്ട് അവർ തെളിയിച്ചു. ദുർമാർഗം വിട്ട് തിരിഞ്ഞെന്ന് വാക്കാൽ പറയുകയല്ല. അവരുടെ ജീവിതത്തിൽ വെറും പുറമേയുള്ളൊരു സമർപ്പണമല്ല. അവരുടെ ജീവിതത്തിൽ, അവരുടെ പ്രവർത്തന സരണികളിൽ അവർ തെളിയിച്ചു അവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞുവെന്ന്. അവരുടെ ദുർമാർഗങ്ങൾ വിട്ട് തിരിഞ്ഞുവെന്ന് പ്രവൃത്തികളാൽ തെളിയിച്ചപ്പോൾ, പ്രവൃത്തികളാൽ കാണിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം.
നാം അങ്ങനെയാണ് വായിക്കുന്നത്, അവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു, അത് വരുത്തിയതുമില്ല. ഫർഗീവ്നെസ്, ദൈവം ക്ഷമിച്ചു. ലൂക്കോസിന് സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 19-ാം വാക്യം മുതലും നമുക്ക് വായിക്കാം. ലൂക്കോസ് 3:8 വാക്യം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞാൽ പോരാ, ഫലം കായ്ക്കണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 26-ാം അധ്യായത്തിൽ അത് തന്നെ കാണാം, 19-ാം വാക്യം മുതൽ. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങുമുള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തീരുമാനിക്കൂ, ഇനിയുള്ള ഓരോ നിമിഷവും ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് എൻ്റെ പ്രവൃത്തികളാൽ തെളിയിക്കും. കർത്താവേ, ഇനിയുള്ള ഓരോ നിമിഷവും ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ അനുദപിച്ചു, എൻ്റെ പാപത്തെ ഓർത്ത് ഞാൻ ദുഃഖിച്ചു, ഇനി ഞാൻ പുതിയ ജീവിതം നയിക്കുന്നു എന്ന് എൻ്റെ പ്രവൃത്തികളാൽ ഞാൻ കാണിച്ചു കൊടുക്കും. കർത്താവേ, എൻ്റെ പ്രവൃത്തികളെ ഞാൻ തെളിയിക്കും. എൻ്റെ പ്രവൃത്തികളിൽ കൂടി അത് ഞാൻ വിശദമാക്കും. എൻ്റെ ജീവിതത്തിൽ കൂടെ, പ്രവൃത്തിയിൽ കൂടെ അക്കാര്യം ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കും. ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് എൻ്റെ പ്രവൃത്തികളാൽ തെളിയിക്കും. കർത്താവിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഈ തീരുമാനമെടുക്കാൻ പറ്റുമോ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുമെങ്കിൽ കർത്താവ് എല്ലാം ഫർഗീവ് ചെയ്യും. ഹി വിൽ ഫർഗെറ്റ് ആൻഡ് ഫർഗീവ് എവരിതിങ്. എല്ലാം ക്ഷമിച്ചു തരും, എല്ലാം പുറത്തു തരും. എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം, എല്ലാം വിട്ടുവീഴ്ച ചെയ്യുന്ന സ്നേഹം, എല്ലാം മറക്കുന്ന സ്നേഹം, എല്ലാം പൊറുക്കുന്ന സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഗോകുൽത്തായിലെ സ്നേഹം അതാണ്. നിങ്ങൾ വിശ്വസിക്കൂ, ഞാൻ അനുഭവിക്കുന്നു. ഈ സ്നേഹം ഞാൻ രുചിക്കുന്നു. ഈ സ്നേഹത്തെ ഒരളവിൽ രുചിക്കാൻ കർത്താവ് ഭാഗ്യം തന്നു. നിങ്ങളോട് ഞാൻ വിനയപൂർവ്വം അറിയിക്കട്ടെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുന്നവരെല്ലാവരും ഈ സ്നേഹത്തെ അനുഭവിക്കുന്നവരാകുവീൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവരാകുവീൻ. മാനസാന്തരപ്പെട്ടുവെന്ന് പ്രവൃത്തികളാൽ തെളിയിക്കുവീൻ. ലോകം കാണട്ടെ, ജീവിതം മാറുന്നത് ലോകം കാണട്ടെ. അത് നിങ്ങൾ ലോകത്തിന് മുമ്പിൽ വെല്ലുവിളിയായി തീരട്ടെ. ലോകത്തിന് മുമ്പിൽ ഒരു വെല്ലുവിളി, ഈ ലോകത്തിൽ വക്രതയും ദുഷ്ടതയുമുള്ള തലമുറയിൽ ഒരു വെല്ലുവിളിയായി നിങ്ങൾ നിൽക്കട്ടെ. നിങ്ങൾ മൂലം സമൂഹം ചലിക്കട്ടെ, നിങ്ങൾ മൂലം ദേശങ്ങൾ ഉണരട്ടെ, നിങ്ങൾ മൂലം സഭകൾ ഉണരട്ടെ. സഭാഭേദം കൂടാതെ അനേകർ ജീവൻ്റെ വഴി കാണട്ടെ, അനേകർ ജീവൻ്റെ നാഥനെ പരിചയപ്പെടട്ടെ, അനേകർ ക്രൂസിൻ ചുവട്ടിലേക്ക് വരട്ടെ, അനേകർ ക്രൂസിൻ്റെ സാക്ഷികളായി തീരട്ടെ, അനേകർ ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും വാഴ്ത്തണമേ. കർത്താവേ, ഈ മക്കൾ നിൻ്റെ വചനം കേട്ടവർ സാക്ഷാൽ സമാധാനമുള്ളവരായി തീരുവാൻ അവിടെ സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് നീ സൗഖ്യം നൽകുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ശരീരത്തിലെ രോഗങ്ങളിൽ മേൽ കരം വയ്ക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സമാധാനം നിറഞ്ഞൊരു ഭൗതിക ജീവിതം നയിപ്പാൻ നിന്റെ മക്കൾക്ക് ഭാഗ്യം നൽകണമേ. ഈ ഭൗതിക ജീവിതത്തിന് ശേഷം സമാധാനം നിറഞ്ഞ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് വരുവാൻ എല്ലാവരെയും ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.